ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബെഞ്ച് ബോക്സ് മലയാളം. ഇൻ കേസ് നിങ്ങൾ ഒരു പ്രൊഡക്റ്റീവ്സ് ഫാൻ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പൊ ജിയോ ഹോട്ട്സ്റ്റാർ റിലീസ് ആയിട്ടുള്ള പ്രൊഡക്റ്റീവ്സ് കില്ലേഴ്സ് ഓഫ് കില്ലർ എന്ന് പറയുന്ന ഈ ഒരു പടം കണ്ടു നോക്കുക. ഡെഫിനറ്റ് ആയിട്ടും കണ്ടു നോക്കുക. ഈ ഒരു പടം അങ്ങനെ എല്ലാ ലാംഗ്വേജിലൊന്നും ഡബ് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് ആ ഒരു ലാംഗ്വേജ് ബാരിയർ ഒന്നും ഇതിൻ്റെ അകത്ത് അങ്ങനെ അഫക്ട് ചെയ്യത്തില്ല. കാരണം അങ്ങനെ വലിയൊരു രീതിയിലുള്ള സംസാരമൊന്നും ഈ ഒരു പടത്തിലില്ല. ഫുൾ അടിയോടടിയാണ്. ഇതിൻ്റെ അകത്ത് ഈ ആക്ഷൻ സീക്വൻസ് ആണ് ഇതിൻ്റെ അകത്തുള്ള മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള റേഞ്ച് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ഈ ഒരു പടം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു ഫുൾ റിവ്യൂ ആണ് ഈ ഒരു വീഡിയോ ഫുള്ള് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. My son, tell me why we fight. You all have traveled far, killing the monster. There's something else up in the sky, and it's not human. ആക്ച്വലി നമ്മുടെ ഈ ഒരു പടം ജിയോ ഹോട്ട്സ്റ്റാറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് IMDbയിൽ 7.5 റേറ്റിംഗ് തന്നിട്ടുണ്ട്. ആൻഡ് റേറ്റിംഗ് ഒക്കെ നല്ല രീതിയിലുണ്ട്. ഒരു ആനിമേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു പടത്തിൽ അങ്ങനെ വലുതായിട്ട് എന്താണ് ഉള്ളത് എന്നുള്ള ഒരു തോന്നലാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ ഇതിന്റെ ആക്ഷൻ സീക്വൻസ് എന്ന് വേണമെങ്കിൽ കണ്ണടച്ച് നമുക്ക് പറയാവുന്നതാണ്. കാരണം അത്രയും മികച്ച രീതിയിലാണ് ഇതിന്റെ ഒരു ഫൈറ്റിംഗ് സീൻസ് ഒക്കെ ഇതിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു പടത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ക്യാരക്ടറിനെ കാണിക്കുന്നത്, അതൊക്കെ ഒരു ഒന്നൊന്നര സീനാണ്. അതൊക്കെ ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് ഒരു 3 ക്യാരക്ടറിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഈ ഒരു പടത്തിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് പോർഷനൊക്കെ ഏറെക്കുറെ അങ്ങ് കവറായി പോകും. ഇതിന്റെ ഫസ്റ്റ് നോക്കിയാൽ തന്നെ ഈ ഒരു വൈക്കിങ്സിന്റെ ഒരു പീരീഡിലോട്ടാണ് ഇവർ പോകുന്നത്. ജനറലി ഈ ഒരു വൈക്കിങ്സിന്റെ സ്റ്റോറിയൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം അവരുടെ ആ ഒരു രീതിയൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ. അതിൽ തന്നെ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ലേഡി ഉണ്ട്. ആ പുള്ളിക്കാരിക്ക് അവിടെ തനിയെ ഒരു വാർ ഫീൽഡിന്റെ അകത്ത് ഒരു ബാറ്റിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ട് ഇങ്ങനെ വായും തുറന്നിരിക്കുന്ന ആ ഒരു സമയത്ത് അവിടെ ഒരു പ്രൊഡക്ടറിന്റെ എൻട്രി, പിന്നെ അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു ഫൈറ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന, അതൊക്കെ ബെസ്റ്റ് സീനാണ് ഇതിന്റെ അകത്തുള്ളത്. എന്തെന്നാൽ ആ ഒരു പ്രൊഡക്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം സ്ട്രോങ് ആയിരിക്കും എന്നുള്ളത്. അതൊക്കെ എന്തൊക്കെ ടെക്നോളജി യൂസ് ചെയ്യും എന്നുള്ളതും അതിന് ഇൻവെസിബിൾ ആവാനുള്ള കഴിവുണ്ട്. അതിന്റെ കയ്യിൽ ഒരുപാട് മോഡേണൈസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് ഉണ്ട്. നല്ല ഹൈടെക് ആയിട്ടായിരിക്കും അത് വരുന്നത്. സോ അതിന്റെ ഇടയിൽ ഈ വൈക്കിങ്സിന്റെ ഒക്കെ എന്താണ് ഈ ആക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടൊക്കെ അവർ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെ മാനേജ് ചെയ്യാൻ അവർ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സീനൊക്കെയാണ് ഇതൊക്കെ. സോ അതൊക്കെ കഴിയുമ്പോഴായിരിക്കും ഇതിന്റെ സെക്കൻഡ് ഇൻട്രോ എന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതും ജപ്പാനിലെ ഒരു സാമുറായി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് മറ്റൊരു സ്റ്റോറിയാണ്. അത് അവരുടെ മറ്റൊരു സ്റ്റോറിയിൽ നമ്മുടെ ഹീറോ ഒരു മാസ് ആക്ഷൻ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ആ ഒരു ടൈമിലായിരിക്കും ഇവനൊക്കെ എവിടുന്നടാ വരുന്നത് എന്നുള്ള രീതിയിൽ ഒരു കുറച്ച് പ്രൊഡക്ടർ ഒക്കെ കയറി വന്ന് അവിടെ ഒരു നമ്മുടെ ഹീറോ വേഴ്സസ് ഒരു പ്രൊഡക്ടർ എന്നുള്ള രീതിയിൽ ഒരു ഫൈറ്റ് ഒക്കെ അവിടെ നടക്കും. ആൻഡ് ഇതൊക്കെ വേറെ വേറെ ടൈം ലൈനിലും ഒരു വേറെ വേറെ പീരീഡിലൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ്. അതൊക്കെ ഈ ഒരു പടത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. അത് നമ്മളായിട്ട് തന്നെ മനസ്സിലാക്കി എടുക്കേണ്ട ഒന്ന് തന്നെയാണ്. ആൻഡ് ഫൈനലായിട്ട് നമ്മുടെ തേർഡ് ക്യാരക്ടറിന്റെ ഇൻട്രോ, അതൊരു വേൾഡ് വാറിന്റെ ആ ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മുടെ ഹീറോ ഒരു ഫൈറ്റർ ജെറ്റിന്റെ ഒരു പൈലറ്റായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ ആ ഒരു ഏരിയൽ ബാറ്റലിന്റെ ആ ഒരു സിനാരിലൊക്കെ ഇവിടെ ആയിരിക്കും ആ ഒരു സ്റ്റോറി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതൊക്കെ വേറെ വേറെ ടൈം ലൈനിലൊക്കെ നടക്കുന്ന കാര്യങ്ങളല്ലേ, ചുമ്മാ കുറെ ഫൈറ്റൊക്കെ കാണിച്ച് നിർത്തി കളയുന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആ ഒരു ടൈമിലാണ് ഇവരെ 3 പേരെ ഒരു സ്ഥലത്ത് കൊണ്ടുവരുന്ന ഒരു ട്രാൻസിഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ ഒരു ഒന്നൊന്നര സീനാണ്. നല്ലൊരു റൊമാൻറ്റിഫിക്കേഷൻ ഒക്കെ തന്ന ഒരു ക്രിയേറ്റീവായിട്ട് ഒരു ബിൽഡ് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത്. അതിന്റെ ആ ഒരു VFXും ഫൈറ്റിങ്ങും ഒക്കെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു വിഷ്വൽസിലാണ് ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ 3 പേരും ഒരു സ്ഥലത്ത് വെച്ചുള്ള ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒരു മരണമാസമായിട്ടുള്ള ഒരു സീക്വൻസ് ആണ്. ആക്ച്വലി ഈ ഒരു സ്റ്റോറി ഇവിടെ തീരുമോ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ ഒരു സ്പോയിലർ ആയിട്ടൊക്കെ പോകുന്ന ഒരു സംഭവം. അതൊക്കെ നിങ്ങൾ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. ഒരു കാര്യം ഉറപ്പിച്ചു പറയും, ഇതിന്റെ വിഷ്വൽ എഫക്ട്സ് ഒക്കെ വേറെ ലെവലായിട്ടുള്ള സംഭവമാണ്. ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. അൾട്ടിമേറ്റ് ആയിട്ട് തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ദെൻ ഇവർ 3 പേര് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, ഇവർ 3 പേരും കൂടെ എവിടെയാണ് വന്ന് പെട്ടുപോയത്, അത് കഴിഞ്ഞിട്ട് അവിടുന്ന് അവരിത് രക്ഷപ്പെട്ടോ, പിന്നെ ഈ ഒരു പ്രൊഡക്ടർ ആണോ അതോ നമ്മുടെ ഈ ഒരു വാരിയേഴ്സ് ഒക്കെ ആണോ പവർഫുൾ ആയിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഈ ഒരു പടം കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒന്ന് തന്നെയാണ്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് അത് വേറെ ലെവൽ സംഭവമാണ്. ഇത് കംപ്ലീറ്റ്ലി ഒരു ഫൈറ്റ് ആക്ഷൻ കാറ്റഗറിയിൽ തന്നെ ഒരു ടോപ്പ് മോസ്റ്റ് പീക്ഡ് ആയിട്ടുള്ള ഒരു വിഷ്വൽസ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിന്റെ ഈ ഒരു ആക്ഷൻ വിഷ്വൽസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ലൈക്ക് ഒരു നിഞ്ച വൈക്കിങ്സ് ആ ഒരു സാമുറായിന്റെ ഒക്കെ ആ ഒരു സ്റ്റൈല് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അതൊക്കെ കാണുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ജനറേറ്റ് ആയിട്ട് നമുക്ക് വരും.
ആൻഡ് ഇതിൻ്റെ അകത്ത് വൈക്കിങ്സ് ആയിട്ടുള്ളവർ അവരുടെ ആ ഒരു ലാംഗ്വേജ് ആണ് പറയുന്നത്. പിന്നെ ജാപ്പനീസുകാര് ഈ സാമുറായ്സൊക്കെ ഈ ജാപ്പനീസ് ലാംഗ്വേജ് ആണ് പറയുന്നത്. എല്ലാം ഈ ഒരു സബ് ടൈറ്റിലിട്ടാണ് ആ ഒരു താഴെ വരുന്നത്. അതൊക്കെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും പറയാൻ പറ്റില്ല. അതൊക്കെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. ഈ ഒരു പടം നിങ്ങൾ ആരും മിസ്സാക്കരുത്, ഡെഫിനറ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും റീസെന്റ് ടൈംസിൽ ഞാൻ കണ്ടതിൽ ഒരുപാട് എൻജോയ് ചെയ്ത് കണ്ട പടങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു കില്ലർ ഓഫ് കില്ലേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു പടം ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കാണുക. ബിഞ്ച് ബോക്സിന്റെ സൈഡിൽ നിന്ന് ഒരു റേറ്റിംഗ് കൊടുക്കുവാണെങ്കിൽ 10 out of 10 തന്നെ ഇതിന്റെ ഒരു ആക്ഷൻ സീക്വൻസിന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതുപോലുള്ള പടങ്ങൾ ഇനിയും ഒരുപാട് നല്ല നല്ല പടങ്ങൾ വരട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞാനും ബിഞ്ച് ബോക്സ് മലയാളം. സോ ദാറ്റ്സ് ഓൾ ഗൈസ്. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. See you on the next video. Bye. What happens if we survive?